ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു കൺട്രി ടൗണിലേക്കാണ് പോകുന്നത്. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 400 കിലോമീറ്റേഴ്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് അരുണിനെയും ഫാമിലിയും ഒന്ന് കാണണം, അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. പോകുന്ന വഴിക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ബാൽറട്ട് എന്ന് പറഞ്ഞൊരു കൺട്രി ടൗണിൽ ഇറങ്ങി. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ഒരു കൺട്രി ടൗണാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങ് പോവാം. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് സൈഡിലും കണ്ടോ പച്ചയായ കുറേ പാടങ്ങൾ, ഏക്കർ കണക്കിന് പാടങ്ങൾ പച്ച കളറിൽ കിടക്കുന്നു. ഇത് എന്നാ കൃഷിയാണെന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് കനോള ഫീൽഡാണ്. അടുത്ത മാസം ഇത് മുഴുവൻ മഞ്ഞ കളറുള്ള പൂക്കൾ കൊണ്ട് നിറയും. അങ്ങനെ ഞങ്ങൾ ഹാമിൽട്ടൺ സിറ്റി സെൻട്രലിലെത്തി. ഒരു 8000 പേര് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു കൺട്രി ടൗണിൻ്റെ സിറ്റി സെൻറ്ററാണ് ഗായ്സ്. ഇവിടെ അധികം വലിയ തിരക്കൊന്നുമില്ല. അവിടുത്തെ ഒരു വലിയ ബിൽഡിംഗ് ആണ്, ഓസ്ട്രേലിയൻ പോസ്റ്റ് ഓഫീസിൻ്റെ ബിൽഡിങ്. പിന്നെ 1857 പണി കഴിപ്പിച്ച ഒരു ചർച്ച്. അങ്ങനെ ഞാൻ നടന്നു വരുമ്പോൾ ഇതുണ്ടോ ഒരു ലൈബ്രറി കണ്ടോ. വൈകുന്നേരം നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ചുമ്മാ ക്ഷീണിച്ച് വരുമ്പോഴത്തേന് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് ഈ ബുക്കൊക്കെ തീർത്ത് വായിച്ചിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോയാൽ മതി. നമുക്ക് നാളെ വന്ന് ഇതിൻ്റെ ബാക്കി വായിക്കാം. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹാമിൽട്ടൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ ട്രെയിനുകൾ നിർത്താറില്ല ഗൈസ്. ഗുഡ്സ് ട്രെയിൻ മാത്രമേ ഇവിടെ നിർത്തുകയുള്ളൂ, പാസഞ്ചർ ട്രെയിൻ ഇവിടെ നിർത്തുകയില്ല. കാരണം ചോദിച്ചപ്പോൾ അവരൊരു 3-4 കാരണം പറഞ്ഞെങ്കിലും എനിക്ക് വിശ്വസനീയമായി തോന്നിയത് അവരുടെ സ്വകാര്യതയാണ്. കാരണം ഇവിടെ ട്രെയിനുകൾ നിർത്തുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരികയും ഡ്രഗും മോഷണമൊക്കെ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ട്രെയിൻ കിട്ടുകയില്ല. പകരം ഇതിന് വെളിയിൽ നിന്ന് ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോർട്ട്ലാൻഡിലേക്കും മെൽബണിലേക്കും ഒക്കെ പോകാൻ രാവിലെ ബസ്സുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് തിരിച്ചു വരാനും ബസ്സുകളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വെള്ളച്ചാട്ടം കാണാൻ. ഓസ്ട്രേലിയ വന്നിട്ട് ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം ഇത് ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. പലയിടത്തും പോയി ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായ ഇത്ര ഹൈറ്റിൽ നിന്നുള്ള ഇത്രയും വെള്ളമുള്ളൊരു വെള്ളച്ചാട്ടം ആദ്യമായിട്ടാണ് കാണുന്നത്. വെള്ളത്തിനൊരു മണ്ണിൻ്റെ കളറാണ്, മിനറൽസ് കൂടുതലുള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലുള്ള മൊട്ടക്കുന്നുകൾ. ഇത് മൊട്ടക്കുന്നുകളല്ല ഗൈസ്, ഇത് ഫാമാണ്, ആടുകളുടെ ഫാമാണ്. ഉച്ച വെയിലായത് കാരണം ആടുകളെല്ലാം മരത്തിൻ്റെ ചോട്ടിൽ കയറി നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആടുകളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരപ്പച്ചൻ്റെ 56 വർഷത്തെ കളക്ഷൻസ് കാണാനാണ്. 56 വർഷം, 1900 തൊട്ട് 2000 വരെയുള്ള പഴയ വണ്ടികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ അപ്പച്ചൻ്റെ കയ്യിലുണ്ട്. അപ്പച്ചൻ ആശുപത്രിയിലാണ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ കയറിയതാണ്. ഇതൊരു പെട്രോൾ പമ്പല്ല ഗൈസ്, ഇത് അവിടുത്തെ ഒരു കളക്ടറേറ്റ് ആണ്. ഇതിനകത്തൊരു ഫുഡ് കോർട്ടുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്, സർവീസ് വിക്ടോറിയയുടെ ഓഫീസുണ്ട്, ഓസ്ട്രേലിയൻ പോസ്റ്റ് ഓഫീസുണ്ട്, പെട്രോൾ പമ്പ്, അങ്ങനെ എല്ലാമാണ് ഗൈസ്. ഒരു കൺട്രി ടൗണിൻ്റെ എല്ലാമായ ഒരു കടയാണിത്. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ ഹോളിഡേ ട്രിപ്പ് അതിമനോഹരമാക്കുവാൻ ഞങ്ങളെ സഹായിച്ച അരുണിനും ഫാമിലിക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ ഗുഡ് ബൈ.